ബിഗ് ബോസിന്റെ 50-ാം ദിനത്തോട് അനുബന്ധിച്ച് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് സ്കിറ്റ് ചെയ്യാനായിരുന്നു. ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു സ്കിറ്റ്. ബിഗ് ബോസിന്റെ പുറത്ത് ഇവരുടെ അടുത്തല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഒരു സ്കിറ്റായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാവരും കൂടി അതൊക്കെ ചെയ്യുന്നതിന് സമയത്ത് അവിടെ ഇതിൻ്റെ തിരക്കഥ മുഴുവൻ എഴുതിയുണ്ടാക്കിയത് അവിടെ അപ്സരയും ശ്രീരേഖയുമാണ്. അപ്പോൾ അതിന് വേണ്ട ആൾക്കാരെ എല്ലാവരും തിരഞ്ഞെടുത്ത് അവിടെ ആക്ടിങ് നടത്താണ്. ആ സമയത്ത് ബിഗ് ബോസ് ആയിട്ട് അഭിനയിക്കാനായിട്ട് അവിടെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നത് ജിൻഡോയാണ്. പക്ഷേ അത് ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗബ്രി പറഞ്ഞത് ബിഗ് ബോസിന്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്, നല്ലൊരു ഡയലോഗും വരുന്നുണ്ട്, ജിൻഡോയ്ക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗബ്രി വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു, എങ്കിൽ പിന്നെ ഒന്ന് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഡയലോഗ് പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു, പഠിക്കാനൊന്നും സമയമില്ല, പറഞ്ഞു തരാം, ഒന്ന് ചെയ്തു നോക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ ജിൻഡോയുടെ അടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞു. ജിൻഡോ അത് പറഞ്ഞപ്പോൾ അത് ജിൻഡോ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അപ്പോൾ തന്നെ ഗബ്രി വീണ്ടും ചൂടായിക്കൊണ്ട്, ഇപ്പോൾ ഡയലോഗ് പഠിച്ചല്ലോ, ഒന്നും കൂടി പറഞ്ഞു നോക്ക്, ശരിയാവുന്നില്ല, ഇങ്ങനെ പറഞ്ഞാലൊന്നും റെഡിയാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ജിൻഡോനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചപ്പോൾ അവിടെ വീണ്ടും അവിടെ ഗബ്രി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഷ ശരിയാവുന്നില്ല, നിങ്ങളുടെ ടോൺ റെഡിയാവുന്നില്ല, ഈ ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, ബിഗ് ബോസിൻ്റെ ആ ഒരു ടോൺ വരണം, നിങ്ങളുടെ ടോൺ റെഡിയാവുന്നില്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാവില്ല, നിങ്ങളത് ചെയ്യണ്ട എന്ന് അവിടെ ഗബ്രി വളരെ ദേഷ്യത്തോടെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെ അപമാനിച്ച പോലെയാണ് എല്ലാവർക്കും അത് ഫീൽ ചെയ്തത്. ജിൻഡോയ്ക്കും അത് ഒരുപാട് വിഷമമായി. അതിനുശേഷം ജിൻഡോയ്ക്ക് മറ്റൊരു റോള് നൽകായിരുന്നു, ഡയറക്ടറുടെ റോള്. പിന്നെ അത് ജിൻഡോ നന്നായി ചെയ്തു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അൻസിബി ആണെങ്കിലും ഋഷി ആണെന്നുണ്ടെങ്കിലും ഒക്കെ വന്നിട്ട് ഇത് ശ്രീരേഖയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി ജിൻഡോൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത്, ഒരാൾ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ വേറെ റോൾ എടുത്തോ, ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഇത് ഒരാൾ അപമാനിച്ചതുപോലെയാണ്, ഒട്ടും ശരിയായില്ല ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ വന്നുകൊണ്ട് അൻസിബയും ഋഷിയും